ഒന്ന് രാജാക്കന്മാർ അധ്യായം 4. അങ്ങനെ ശലോമോൻ രാജാവ് എല്ലാ യിസ്രായേലിനും രാജാവായി. അവന്റെ ഉദ്യോഗസ്ഥന്മാർ സാദോക്കിന്റെ മകൻ അസര്യാവ് പുരോഹിതൻ, ശീശയുടെ പുത്രന്മാരായ എലീഹോരേഫും അഹീയാവും പകർപ്പെഴുത്തുകാർ, അഹീലൂദിന്റെ മകൻ യെഹോശാഫാത്ത് മന്ത്രി, യെഹോയാദയുടെ മകൻ ബെനായാവ് സേനാധിപതി, സാദോക്കും അബ്യാഥാരും പുരോഹിതന്മാർ, നാഥാന്റെ മകൻ അസര്യാവ് കാര്യവിചാരകന്മാരുടെ മേധാവി, നാഥാന്റെ മകൻ സാബൂദ് പുരോഹിതനും രാജാവിന്റെ സ്നേഹിതനുമായിരുന്നു. അഹീശാർ കൊട്ടാരം വിചാരകൻ, അബ്ദായുടെ മകൻ അദോനീരാം കഠിനവേല ചെയ്യുന്നവരുടെ മേധാവി. രാജാവിനും കുടുംബത്തിനും ഭക്ഷണപദാർത്ഥങ്ങൾ എത്തിച്ചുകൊടുപ്പാൻ ശലോമോന് യിസ്രായേലിലൊക്കെയും 12 അധിപന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഓരോരുത്തൻ ആണ്ടിൽ ഓരോ മാസം വീതം വേണ്ടുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ എത്തിച്ചുകൊടുത്തിരുന്നു. അവരുടെ പേരുകൾ എഫ്രയീം മലനാട്ടിൽ ബെൻഹൂർ, മാക്കസ്, ശാൽബീം, ബേത്ത്ശേമെശ്, ഏലോൻ, ബേത്ത് ഹാനാൻ എന്നീ സ്ഥലങ്ങളിൽ ബെൻദേക്കർ, അരുബോത്തിൽ ബെൻഹെസർ, സോക്കോവും ഹെഫർദേശം മുഴുവനും അവന്റെ അധീനതയിൽ ആയിരുന്നു. നാഫത്ത്ദോറിൽ ബെൻ-അബീനാദാബ് ശലോമോന്റെ മകൾ താഫത്ത് അവന്റെ ഭാര്യയായിരുന്നു. താനാക്ക്, മെഗിദ്ദോവ്, ബേത്ത്ശെയാൻ ദേശം മുഴുവനും അഹീലൂദിന്റെ മകൻ ബാനയുടെ അധീനതയിൽ ആയിരുന്നു. ബേത്ത്ശെയാൻ യിസ്രായേലിന് താഴെ സാരെഥാന് അരികെ യൊക്മെയാനിന്റെ അപ്പുറത്തുള്ള ബേത്ത്ശെയാൻ മുതൽ ആബേൽ-മെഹോല വരെ വ്യാപിച്ചുകിടന്നു. ഗിലെയാദിലെ രാമോത്തിൽ ബെൻഗേബർ അവന്റെ അധീനതയിൽ ഗിലെയാദിൽ മനശ്ശെയുടെ മകൻ യായീരിന്റെ പട്ടണങ്ങളും മതിലുകളും താമ്ര ഓടാമ്പലുകളും ഉള്ള 60 വലിയ പട്ടണങ്ങൾ ഉൾപ്പെട്ട ബാശാനിലെ അർഗ്ഗോബ് ദേശവും ആയിരുന്നു. മഹനയീമിൽ ഇദ്ദോവിന്റെ മകൻ അഹീനാദാബ്, നഫ്താലിയിൽ അഹിമാസ്. അവൻ ശലോമോന്റെ മകൾ ബാശെമത്തിനെ ഭാര്യയായി സ്വീകരിച്ചു. ആശേരിലും ബയാലോത്തിലും ഹൂശായിയുടെ മകൻ ബാന, യിസ്സാഖാരിൽ പാരൂഹിന്റെ മകൻ യെഹോശാഫാത്ത്, ബെന്യാമീനിൽ ഏലായുടെ മകൻ ശിമെയി, അമോര്യ രാജാവായ സീഹോന്റെയും ബാശാൻ രാജാവായ ഓഗിന്റെയും രാജ്യമായിരുന്ന ഗിലെയാദ് ദേശത്ത് ഹൂരിന്റെ മകൻ ഗേബർ. ആ ദേശത്ത് ഒരു അധിപതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യെഹൂദയും യിസ്രായേലും കടൽക്കരയിലെ മണൽപോലെ അസംഖ്യമായിരുന്നു. അവർ തിന്നും കുടിച്ചും ആഹ്ലാദിച്ചും പോന്നിരുന്നു. നദിമുതൽ ഫെലിസ്ത്യനാടും ഈജിപ്റ്റിന്റെ അതിർത്തിയും വരെയുള്ള സകല രാജ്യങ്ങളിലും ശലോമോൻ വാണു. അവർ കപ്പം കൊണ്ടുവന്ന് ശലോമോനെ അവന്റെ ജീവപര്യന്തം സേവിച്ചു. ശലോമോന്റെ നിത്യച്ചെലവ് 30 പറ നേരിയ മാവ്, 60 പറ സാധാരണ മാവ്, മാൻ, ഇളമാൻ, മ്ലാവ്, പുഷ്ടിവരുത്തിയ പക്ഷികൾ എന്നിവ കൂടാതെ തടിപ്പിച്ച 10 കാളകൾ, മേച്ചൽപ്പുറത്തെ 20 കാളകൾ, 100 ആടുകൾ എന്നിവ ആയിരുന്നു. നദിക്കിക്കരെ തിഫ്സഹ് മുതൽ ഗസ്സാ വരെയുള്ള സകല ദേശത്തെയും സകല രാജാക്കന്മാരെയും അവൻ വാണു. ചുറ്റുമുള്ള ദിക്കിൽ ഒക്കെയും അവന് സമാധാനം ഉണ്ടായിരുന്നു. ശലോമോന്റെ കാലത്ത് ദാൻ മുതൽ ബേർശേബ വരെയുള്ള യെഹൂദയും യിസ്രായേലും സുരക്ഷിതരായിരുന്നു. അവർ സ്വന്തം മുന്തിരിവള്ളിയുടെയും അത്തിവൃക്ഷത്തിന്റെയും കീഴിൽ നിർഭയം വസിച്ചിരുന്നു. ശലോമോന് തന്റെ രഥങ്ങൾക്ക് 40,000 കുതിരാലയവും 12,000 കുതിരച്ചേവകരും ഉണ്ടായിരുന്നു. അധിപന്മാർ ഓരോരുത്തരും തങ്ങളുടെ തവണ അനുസരിച്ച് അതാത് മാസങ്ങളിൽ ശലോമോൻ രാജാവിനും തന്റെ പന്തിഭോജനത്തിന് കൂടുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഭക്ഷ്യവിഭവങ്ങൾ കുറവ് കൂടാതെ എത്തിച്ചു കൊടുക്കുമായിരുന്നു. അവർ കുതിരകൾക്കും പടക്കുതിരകൾക്കും യവവും വൈക്കോലും അവരവരുടെ മുറപ്രകാരം ആവശ്യമായ സ്ഥലങ്ങളിൽ എത്തിച്ച് കൊടുത്തിരുന്നു. ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും അതിമഹത്തായ വിവേകവും കടൽക്കരയിലെ മണൽപോലെ അളവറ്റ ഹൃദയവിശാലതയും കൊടുത്തു. കിഴക്കുനിന്നുള്ള സകലരുടെയും ജ്ഞാനത്തെക്കാളും ഈജിപ്റ്റിന്റെ സകല ജ്ഞാനത്തെക്കാളും
ശലോമോന്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു. സകല മനുഷ്യരെക്കാളും എസ്രാഹ്യനായ ഏഥാൻ, മാഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ, ദർദ എന്നിവരെക്കാളും അവൻ ജ്ഞാനിയായിരുന്നു. അവന്റെ കീർത്തി ചുറ്റുമുള്ള സകല രാജ്യങ്ങളിലും പരന്നു. അവൻ 3000 സദൃശവാക്യങ്ങളും 1005 ഗീതങ്ങളും രചിച്ചു. ലെബാനോനിലെ ദേവദാരു മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷലതാദികളെക്കുറിച്ചും മൃഗം, പക്ഷി, ഇഴജാതി, മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു. ശലോമോന്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ട സകല ഭൂപാലകന്മാരുടെയും അടുക്കൽ നിന്ന് അനേകർ അവന്റെ ജ്ഞാനം കേൾക്കുവാൻ വന്നു.